loves, welcome back to my channel. In this video, I have full face of makeup tutorial. Oh my god, let me do that again. In this video, one more time. Hello my loves, welcome back to my channel. In today's video, I'm gonna do a full face of makeup tutorial, and I'm gonna do this in honor of our Keralite festival, Onam. It's kind of like the harvest festival of Kerala. It's absolutely amazing, and I'm gonna do this video in Malayalam. Okay, so here on മലയാളം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നല്ലപോലെ മലയാളം പറയും, പക്ഷേ ഞാൻ ഒരിക്കലും ക്യാമറയുടെ മുന്നിൽ മലയാളം പറയാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു സോ ഇഫ് യു ഫീൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു തകരാറുണ്ടല്ലോ ഈ കുട്ടിക്ക്, അത് ഞാനിത് അധികം ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. എനിക്ക് എൻ്റെ മലയാളത്തിന് പ്രശ്നം ഉള്ളത് കൊണ്ടൊന്നല്ല. അപ്പോൾ എനിവേസ്, നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽ, ഇന്നത്തെ മേക്കപ്പ് ട്യൂട്ടോറിയലിനെ പറ്റി ഞാൻ പറയട്ടെ. ആദ്യമേ എനിക്കൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ ഓർത്തു, എന്താണെങ്കിലും ഓണമൊക്കെ വരികയല്ലേ, എല്ലാവർക്കും കുറച്ചും കൂടെ ഒരു പാർട്ടി മേക്കപ്പ്, കുറച്ചും കൂടെ നമ്മളൊന്ന് ഡ്രസ്സപ്പ് ചെയ്യുന്ന സമയമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്തു, ഇന്ന് ഞാൻ കുറച്ചും കൂടെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുവാണെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ഞാനൊരു ബിഗിനേഴ്സ്, ഒരു മിനിമൽ പ്രോഡക്ട്സ് വെച്ച് മേക്കപ്പ് ട്യൂട്ടോറിയലും കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ എന്നെ പറഞ്ഞറിയിക്കുക. ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദാറ്റ് തംസ് അപ്പ്. ആ തംസ് അപ്പ് ബട്ടൺ പ്ലീസ് പ്രസ് ചെയ്യുക. വാവ്, നോട്ട് ബാഡ് ഹാ. നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽ തുടങ്ങാം. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് വളരെ എളുപ്പം കിട്ടുന്ന പ്രോഡക്ട്സ് ആണ്. നൈക്കയിലും ആമസോണിലൊക്കെ കിട്ടും. ഞാൻ ആ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബാറിൽ ഇടാം. സോ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് തിങ്, ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സ്കിൻ കെയർ എന്ന് വെച്ചാൽ നമ്മുടെ സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് നൗ ഈ ഭിത്തിയിലൊക്കെ പുട്ടിയിട്ട് ആദ്യമേ പ്രൈം ചെയ്തില്ലേ, പെയിൻറ്റ് അടിക്കുന്നതിന് മുന്നേ ചെറിയ ക്രാക്കൊക്കെ ഫില്ല് ചെയ്യാൻ. ഈ പ്രൈമർ അതുപോലെയാണ്. ഓക്കെ, സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ബേസ് ഓഫ് ഗ്ലോറി പോർ മിനിമൈസിങ് പ്രൈമറാണ്. ഈ പ്രൈമറിൻ്റെ വളരെ കുറച്ച് മാത്രം മതി. കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ എല്ലാം സ്ലിപ്പായി പോകും. കടുകിൻ്റെ സൈസ് മതി. ഓക്കെ, എവിടെയാ പോഴ്സ് ഉള്ള, ചെറിയ ടെക്സ്ചറുള്ള, പുട്ടിയിട്ട് അടയ്ക്കേണ്ട എവിടെയാണെന്ന് വെച്ചാൽ അവിടെ മാത്രം പ്രസ് ചെയ്ത് കുറച്ച് പ്രസ് ആൻഡ് സ്വൈപ്പ് ഇങ്ങനെ അതങ്ങ് പുട്ടിയിടുക. സ്റ്റെപ്പ് 1 ഡൺ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മുഖത്ത് മുഴുവൻ ഫൗണ്ടേഷൻ ഇടുക. ഞാനിത് കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ പറയണം. കാരണം ഫൗണ്ടേഷനെ പറ്റി ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്താണെന്നറിയാമോ, നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നത് വെളുക്കാനാണെന്ന്. പക്ഷേ ചേച്ചി, നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നത് വെളുക്കാനല്ല. നമ്മുടെ മുഖത്ത് ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫുൾ ഫേസ് ഒരു കളർ അല്ലെങ്കിൽ അത് ഒന്ന് ഈവൻ ആക്കാനാണ് ഫൗണ്ടേഷൻ. ഇപ്പം നിങ്ങൾക്ക് അത്രയും പാടൊന്നും ഇല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്കിപ്പ് ആക്കാം. ബട്ട് ഇന്നത്തെ ഒരു ട്യൂട്ടോറിയലിൻ്റെ ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടി ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കാണിക്കാം. സോ ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ബൈ കെ ബ്യൂട്ടി. എൻ്റെ ഷെയ്ഡ് 180Y ഡീപ്പ് ആണ്. പണ്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ഡീപ്പ് ഷെയ്ഡ്സിനൊന്നും ഫൗണ്ടേഷൻ കിട്ടാറില്ലായിരുന്നു, പക്ഷേ ഇപ്പം അത് കിട്ടും. സോ ആസ് യു ക്യാൻ സീ, ഫൗണ്ടേഷൻ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഇട്ട് കഴിയുമ്പം അത് കാണാൻ പാടില്ല. ലൈക്ക് ഇങ്ങനെ വെളുത്ത് പൗഡർ ഇട്ട പോലെ ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ക്രീം ഇടുന്ന പോലെ ഫൗണ്ടേഷൻ മുഖത്ത് മുഴുവൻ ഇടാം. പിന്നെ കഴുത്തേലും ഒക്കെ ഇടുന്നതാണ് നല്ലത്. ബട്ട് എനിക്ക് എൻ്റെ മാല അല്ലെങ്കിൽ സാരിയിൽ ഫൗണ്ടേഷൻ സ്പ്രെഡ് ആവുന്ന ഇഷ്ടമില്ല. സോ ഐ ഡോണ്ട് യൂഷ്വലി ബ്രിങ് ഇറ്റ് ഡൗൺ മച്ച്. ബട്ട് ഐഡിയലി കഴുത്തേലും എല്ലാം ഫൗണ്ടേഷൻ ഇടണം എന്നാണ്. ഓക്കെ, എനിക്ക് എൻ്റെ കയ്യിലൊന്നും ഈ ഫൗണ്ടേഷൻ ആവുന്ന ഇഷ്ടമില്ല. സോ ഞാൻ ഇതുപോലത്തെ ഒരു കബൂക്കി ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫൗണ്ടേഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. മുഖത്ത് മുഴുവൻ ഇത് ഈവൻ ആയിട്ട് ആയിരിക്കണം. അവിടെ ഇവിടെ പാടും ലൈനും ഒന്നും കാണാൻ പാടില്ല. ഐ മീൻ, കാണണമെങ്കിൽ ദാറ്റ്സ് യുവർ ചോയ്സ്. എൻ്റെ ദൈവമേ, ഞാനിത് കുളമാക്കുവാണോ? ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും എൻ്റെ ജോവി വേണ്ട, മലയാളം വേണ്ട, ഇംഗ്ലീഷ് മതി, ഞങ്ങളത് കണ്ട് മനസ്സിലാക്കിക്കോളാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. Did you see that? Oh my god! Happy Onam! How could I forget wishing you? Okay, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാനിത് ഒരു 2-3 ആഴ്ച മുന്നേ ഫിൽം ചെയ്യും, അതുകൊണ്ട് ഞാൻ മറന്നുപോയതാ. സോറി കേട്ടോ. ബട്ട് എനിവേസ്, ഹാപ്പി ഓണം ഗൈസ്. എന്താണ് നിങ്ങളുടെ ഓണത്തിൻ്റെ പ്ലാൻസ്? അതെല്ലാം എന്നെ കമൻസിൽ പറഞ്ഞ് അറിയിക്കണം പ്ലീസ്. എൻ്റെ സാരിയിൽ ഈ ഫൗണ്ടേഷൻ, കയ്യിലുള്ള ഫൗണ്ടേഷനൊക്കെ ആവുന്നതിന് മുന്നേ അതൊന്ന് ഞാൻ വൈപ്പ് ചെയ്ത് കളയട്ടെ. കുറച്ച് മേക്കപ്പ് റിമൂവറും ഒരു റീയൂസബിൾ കോട്ടൺ പാഡും ഉണ്ട് എൻ്റെ കയ്യിൽ.
സോ ഐ എം റിമൂവിങ് ദാറ്റ്. ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പം എനിക്ക് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ജോവി aren't you scared of your outfit? I am. അതും ഇത് മമ്മിയുടെ സാരിയാണ്. ഇതിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫിനിഷ്. അത് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. പിന്നെ അത് മമ്മി കാണുമ്പം ഫിനിഷ്. അടുത്ത സ്റ്റെപ്പാണ് കൺസീലർ. നമുക്ക് കണ്ണിൻ്റെ ചുറ്റിലും ഡാർക്ക് സർക്കിൾ അല്ലെങ്കിൽ കറുത്ത പാടുകൾ, ഡാർക്ക് സർക്കിളിന് എന്താ പറയുക, കറുത്ത ചതുരം, കറുത്ത ദിസ് ഇസ് നോട്ട് എ മലയാളം എക്സാം റൈറ്റ്. അത് മായ്ച്ച് കളയാനുള്ള സ്റ്റെപ്പാണ് കൺസീലർ. ഫൗണ്ടേഷൻ ഇട്ട് എല്ലാം ബ്ലാങ്ക് ആക്കണമെന്നില്ല. ഓക്കെ, 2 ഷെയ്ഡ് കൺസീലർ ആണ് എനിക്കിഷ്ടം. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന Forever 52യുടെ കംപ്ലീറ്റ് കവറേജ് കൺസീലർ ആണ്. കുറച്ച് വില കുറവാണ്, എന്നാൽ നല്ല കളേഴ്സ് കിട്ടും. ഇറ്റ്സ് വെരി ലോങ് ലാസ്റ്റിംഗ്. ഞാൻ CV009 കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ എടുത്തിട്ട് എൻ്റെ ചുണ്ടിന് ചുറ്റും കുറച്ച് ഡാർക്ക്നെസ് കവർ ചെയ്യാനായിട്ട് ഇങ്ങനെ ആദ്യം ഇടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കുരുവൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കറുത്ത ചെറിയ പാടൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അവിടെ മാത്രം ഇങ്ങനെ ഇടാവുന്നതാണ്. ഇതും നമുക്ക് ഫിംഗേഴ്സ് കൊണ്ട് സ്പ്രെഡ് ചെയ്യാം. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇറ്റ് ഓൺ മൈ ഫിംഗർ എനിമോർ. സോ ഐ എം ടേക്കിംഗ് എ ഡെൻസ് ബ്രഷ് ആൻഡ് അത് ഇങ്ങനെ ജസ്റ്റ് ബ്ലെൻഡ് ഇറ്റ് ഔട്ട്. കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഡാർക്ക് സർക്കിൾ ആണെങ്കിൽ ഈ ഷെയ്ഡ് തന്നെ കണ്ണിൻ്റെ അടിയിലും ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ആദ്യമേ തന്നെ ഒരു ലൈറ്റ് കൺസീലർ കണ്ണിൻ്റെ അടിയിൽ ഇടുകയാണെങ്കിൽ യോർ ഡാർക്ക് സർക്കിൾ ഒരു ഗ്രേ കളറായിട്ട് മാറും. ഇത് ഇപ്പം ഒരു കുക്കിംഗ് ചാനലിലെ ഇൻസ്ട്രക്ഷൻ പോലെ ആയി മാറുന്നുണ്ടല്ലേ. ആദ്യമേ വെളുത്തുള്ളി എല്ലാം വഴറ്റുക, പിന്നെ 2 കിലോ തക്കാളി എടുത്ത് അതും വഴറ്റുക, പിന്നെ 1 കിലോ ചിക്കൻ എടുത്ത്, ഓണത്തിനാ ചിക്കൻ, കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു കൺസീലർ ഷെയ്ഡ് എടുത്ത് കണ്ണിൻ്റെ ജസ്റ്റ് താഴെ ചെറുതായിട്ടൊരു ലൈറ്റ് ഷെയ്ഡ് ഇടുകയാണെങ്കിൽ നമ്മുടെ സെൻറ്റർ ഓഫ് ദ ഫേസ് ഒരു കുറച്ച് ബ്രൈറ്റ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കും. ആ ഒരു ടയർഡ്നെസ്, ഒരു ഡൾനെസ്, ആ ഒരു ഇത് മാറും. ബ്ലെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പാടായിട്ടിരിക്കരുത് കേട്ടോ. എല്ലാം ഒരു നല്ല, ആര് കണ്ടാലും അവർക്ക് തോന്നരുത് ഒരു 5 കിലോ മേക്കപ്പ് ഉണ്ടെന്ന് അവരെ കൊണ്ട് പറയിക്കില്ല. എന്നാൽ നമ്മൾ 10 കിലോ മേക്കപ്പ് ഇടും. അതവരറിയണ്ട, നമ്മൾ അറിഞ്ഞാൽ മതി അല്ലേ. പ്രൈമർ കഴിഞ്ഞു, ഫൗണ്ടേഷൻ കഴിഞ്ഞു, കൺസീലർ കഴിഞ്ഞു. ഓൾറെഡി 3 പ്രോഡക്റ്റ്സ് ആയി. ഇതെല്ലാം ക്രീം പ്രോഡക്റ്റ്സ് ആണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ കണ്ണിൻ്റെ അടിയിലൊക്കെ ആ ലൈൻസ് വരാം. അപ്പോൾ അത് വരാതിരിക്കാൻ, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ, എന്നാലും വരും കേട്ടോ, എന്നാലും അത് കുറച്ചൊന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് പൗഡർ വെച്ച് നമ്മൾ കണ്ണിൻ്റെ അടിയിലും ഈ ലൈൻസ് വരുന്നിടത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാം. ആൻഡ് ഫോർ ദാറ്റ് ഐ എം യൂസിങ് ഫേസസ് കാനഡ അൾട്ടിം പ്രോ മിനറൽ ലൂസ് പൗഡർ. അതിനൊരു ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ പുറകെ വരുന്ന ഈ സ്പഞ്ച് യൂസ് ചെയ്യാൻ എനിക്കിഷ്ടമില്ല. യൂസ് വാട്ട് എവർ യു ലൈക്ക്, യു നോ വാട്ട് ഐ എം സേയിങ്. സോ എനിവേസ് ആ പൗഡർ ഞാൻ ഈ ബ്രഷിൽ ഇങ്ങനെ എടുക്കുകയാണ്. ടാപ്പ് ഓഫ് ദി എക്സസ് സോ ദാറ്റ് ആ പൗഡർ നമ്മുടെ സാരി വീണ് അത് നശിപ്പിക്കണ്ടല്ലോ. ബ്രഷിലോട്ട് ഊതരുത്. ഇറ്റ്സ് ജസ്റ്റ് ഐ എം സോറി, ഡിസ്കസ്റ്റിംഗ്. ഓക്കെ, ആൻഡ് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ആ പൗഡർ അങ്ങ് പ്രസ് ചെയ്യുക. ആൻഡ് ഇവിടെ കുറച്ച് നടുക്ക്, നമ്മുടെ ഫേസിൻ്റെ ആ നടുക്ക്. ഇപ്പം മഴക്കാലമൊക്കെയാണ്, കുറച്ച് ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട്. ആർ ഫേസ് ഗെറ്റ്സ് ഓയിലി ഓൾസോ. ആ ഒരു ഓയിലിനെസ്, ആ ഷൈൻ മാറ്റാനും കൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ജസ്റ്റ് ഓയിലി ആവുന്ന ആ ഭാഗങ്ങൾ, മൂക്കിൻ്റെ മുകളിലും. അയ്യോ, പൗഡർ ഇച്ചിരി കൂടിപ്പോയി, നമുക്കിപ്പോൾ ശരിയാക്കാം. ഐ വിൽ ഷോ യു ഹൗ. ഫൗണ്ടേഷൻ ഇടാൻ ഉപയോഗിച്ച ആ ബ്രഷില്ലേ, അതും കൊണ്ട് ഈ ഓവറായിരിക്കുന്ന പൗഡറെല്ലാം ബേസിക്കലി നമ്മൾ അങ്ങ് മായ്ച്ച് കളയുകയാണ്. ഓൾ റൈറ്റ്, ബേസ് കുഴപ്പമില്ലല്ലേ. ഇനി നമുക്ക് ഐബ്രോസ് ചെയ്താലോ. കുറേ ആൾക്കാർ മേക്കപ്പ് നല്ലോണം ചെയ്യും, പക്ഷെ ഐബ്രോസ് തൊടില്ല. വൈ ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മേ ആബ്സല്യൂട്ട് മൈക്രോ ബ്രൗ പെർഫെക്റ്റർ ആണ്. ആദ്യമേ ഈ ബ്രഷില്ലേ, ഇതിന് പറയുന്ന സ്പൂലി എന്നാണ്, ജസ്റ്റ് ഒരു ബ്രഷ് കൊടുക്കുക. എം ടി ഗ്യാപ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് തിക്നെസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഐബ്രോസിന് കുറച്ച് സ്നേഹം കൊടുക്കുക. ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കളർ ഈ ടെയിൽ എൻഡിലാണ് ഐബ്രോസിൻ്റെ ബേസിക്കലി ഡെഫിനിഷൻ കൊടുക്കുന്ന ഒരു ഭംഗി. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടം പോലെ വരച്ച് വെക്കുമ്പം ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാവാൻ ചാൻസ് ഉണ്ട്. യു പ്ലേ അറൗണ്ട് വിത്ത് യുവർ മേക്കപ്പ് ആൻഡ് സീ യുനോ നിങ്ങൾക്ക് എന്താണ് ചേർച്ച, എന്താണ് ഇഷ്ടം. ഐസ് ചെയ്യുന്നതിന് മുന്നേ ലെറ്റ്സ് ഫസ്റ്റ് ഡു ദ ലിപ്സ്. ആദ്യമേ ഒരു ലിപ്പ് ലൈനർ കൊണ്ട് നമ്മുടെ ലിപ്സിൻ്റെ ഷേപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് കുറേ നേരം കൂടെ ലാസ്റ്റ് ചെയ്യും. ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു സ്ലൈറ്റ്ലി ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രൗൺ അല്ലെങ്കിൽ റെഡ് കളർ അപ്ലൈ ചെയ്യാം, ബട്ട് ഐ ഫീൽ ലൈക്ക് അതിച്ചിരി ചെറുതായിട്ടൊരു ഓൾഡ് ഫാഷൻ ആയി പോയോ എന്നെനിക്കൊരു ഡൗട്ട്. കുറച്ച് ന്യൂഡ് ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇടുമ്പം കുറച്ചും കൂടെ ഒരു മോഡേൺ അപ്രോച്ച്
ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ബ്ലൗസിന് മാച്ച് ആവുന്ന കളർ ഇടും, നല്ല മെറൂൺ കളറായിട്ടും ഇടാം. ഗ്രീൻ ബ്ലൗസ് ആണെങ്കിൽ ഒരു റെഡ് കളർ ലിപ്സ് ഇടാം, whatever you like. പിന്നെ ലിപ്സ് തീരെ അങ്ങ് ന്യൂഡായി പോയെന്ന് തോന്നുവാണെങ്കിൽ വേറൊരു റെഡ് കളറോ മെറൂൺ കളറോ, ഞാൻ ഇന്നൊരു പേർപ്പിൾ കളർ എടുക്കുക, കുറച്ച് ചുണ്ടയിലിട്ട് we can mix and match whatever color you want. ഞാൻ എന്തിനാ ആവശ്യമില്ലാതെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം നമുക്കറിയാവുന്നതല്ലേ അല്ലേ. ആൻഡ് ഫോർ ചീക്സ് വേണമെങ്കിൽ നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാം. ബട്ട് ലെറ്റ് മീ ഷോ യു, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. ഓക്കെ, ഞാൻ ചുണ്ടിൽ എന്ത് കളറായിട്ടെന്ന് വെച്ചാൽ ആ സെയിം കളറ് ഞാൻ എൻ്റെ ചീക്സിലും അപ്ലൈ ചെയ്യും. അപ്പം ഒരു ബേസിക്കലി മുഖം മുഴുവൻ ഒരു മാച്ചിങ് ഉണ്ടാവും. ഐ ജസ്റ്റ് മിക്സ് ഇറ്റ് അപ്പ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഭയങ്കര ജെൻറ്റിലായിട്ട് ഇവിടെ ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് യു ഗെറ്റ് ദ കളർ റൈറ്റ് ഓൺ യുവർ ചീക്ക്. നാട്ടിൽ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഹൈലൈറ്റ് ഒന്നും ഇടുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ ഫേസ് നല്ല ഷൈനി ആയിട്ടിരിക്കുക. അതിൻ്റെ മുകളിൽ കൂടെ ഹൈലൈറ്റും കൂടെ ഇട്ട് ആകെ ഒരു ഓയിലി സുഗിയൻ്റെ ഒരു പരുവാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റർ ഇടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഇടാൻ ഇഷ്ടമാണെങ്കിൽ apply that right here at this point. Now time for eyes. And ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പാലറ്റ് is this one. Makeup Revolutionൻ്റെ Reloaded Velvet Rose palette ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് പാലറ്റ് ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് വേണ്ടി മാത്രം ഒരു ഐ ഷാഡോ പാലറ്റ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇത് യൂസ് ചെയ്യാൻ കാരണം there is a black here, ഒരു ഡീപ്പ് ബ്രൗൺ ഹിയർ ആൻഡ് ഗോൾഡൻ ഷെയ്ഡ് ഹിയർ. ഈ 3 ഷെയ്ഡാണ് എനിക്ക് ഇന്നത്തെ ലുക്കിന് ആവശ്യമുള്ളത്. ആദ്യമേ ഞാൻ ഇങ്ങനത്തെ ഒരു ന്യൂട്രൽ ഷെയ്ഡ്, നമ്മുടെ സ്കിൻ ടോണിന് ഒരു സ്ലൈറ്റ്ലി മാച്ച് ആവുന്നൊരു ഷെയ്ഡ് ഫുൾ ഐലിഡിൽ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ ഐ ഷാഡോ ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ ഇത് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഐ എം ഗonna ടേക്ക് ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ, കണ്ണിൻ്റെ ഈ ഇന്നർ പോർഷനിലും ഔട്ടർ പോർഷനിലും മാത്രം, മിഡിൽ പോർഷൻ കംപ്ലീറ്റ്ലി ബെയർ ആയിട്ട് വിടുക. നമ്മൾ ഈ 2 ഷെയ്ഡും കൂടെ കണക്ട് ചെയ്യാനായിട്ട് ഒരു ബ്രിഡ്ജ് പോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു റ വരയ്ക്കുക. പിന്നെ ആ ഷെയ്ഡ് ചെറുതായിട്ട് നമ്മുടെ ലോവർ ലാഷസിലും കൂടെ അപ്ലൈ ചെയ്യുക. ഈ ഹാർഷായിട്ടുള്ള എഡ്ജസ് എല്ലാം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കളയാൻ പോവുക. സോ ഇറ്റ്സ് ഓൾ സോഫ്റ്റ്, സോഫ്റ്റ് എഡ്ജസ്. ഇവിടെ ചെറിയൊരു ബ്ലോബ് ഉണ്ട്, അതിൻ്റെ ഫിംഗർ കൊണ്ട് തന്നെ ദാറ്റ്സ് ഇറ്റ്, പ്രോബ്ലം സോൾവ്ഡ്. യു അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും ബ്രഷിന് തീരെ പ്രഷർ കൊടുക്കാതെ, പ്രോഡക്റ്റും തീരെ ഒന്നുമില്ല, ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ക്യാറ്റ് ഐ ഷേപ്പിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. ഈ ഗോൾഡ് കളർ ഞാൻ എൻ്റെ ഫിംഗർ കൊണ്ട് എടുക്കുക. ഓക്കെ, നമ്മൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടില്ലായിരുന്നോ, ആ ഗ്യാപ്പിലോട്ട് ഈ ഗോൾഡ് കളർ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ മലയാളം മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയണം പ്ലീസ്. ആൻഡ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇത് ചെയ്യുന്നതായിരിക്കും. ഓ യേ. അടുത്തതായിട്ട് ലെറ്റ്സ് ഡു അവർ കാജൽ. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ അൾട്ടം പ്രോ ഇൻറ്റൻസ് കാജലാണ്. ഇറ്റ്സ് വെരി ബ്ലാക്ക് ആൻഡ് അതിനൊരു സ്മഡ്ജർ ടിപ്പും കൂടി ഉണ്ട്. ഐ റിയലി ലൈക്ക് ദാറ്റ്. സോ ആദ്യമേ നമ്മൾ കണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ണെഴുതാൻ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, പിന്നെ കണ്ണിന് താഴെയായിട്ട് കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ സ്പഞ്ചും കൊണ്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. സോ ഇറ്റ് ലുക്സ് intentional. Like, we are all messy in real life, okay? But nobody needs to know that we are messy. We make it look all intentional. Mindful mess. ഞാൻ ഈ കാജൽ കൊണ്ട് തന്നെ ഒരു ഐ ലൈനർ വരയ്ക്കാൻ പോവാണ്. അത് സെറ്റ് ആവുന്നതിന് മുന്നേ ആ സ്പഞ്ചും കൊണ്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബ്ലെൻഡ് ഇറ്റ് ഔട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഒരു സോഫ്റ്റർ ലുക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ കണ്ണെല്ലാം എഴുതി കഴിഞ്ഞു. നൗ ടു ഫിനിഷ് ഓഫ് ദി ഐ ലുക്ക്, ഫൈനൽ സ്റ്റെപ്പാണ് മസ്കാര. പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഞാനൊരു വാട്ടർ പ്രൂഫ് മസ്കാര ആണ് ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദ മാക്സ് ഫാക്ടർ ഫാൾസ് ലാഷ് എപ്പിക് മസ്കാര. മസ്കാര ഉള്ള കണ്ണിലും മസ്കാര ഇല്ലാത്ത കണ്ണിലും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? See the difference. ആൻഡ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, ഈ മേക്കപ്പ് എല്ലാം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണ്ടേ? നമ്മൾ വീട്ടിൽ നിന്ന് പോയി സദ്യ കഴിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സദ്യ കഴിച്ചു, തിരിച്ച് വന്ന് റിമൂവ് ചെയ്യുന്നിടം വരെ ഈ മേക്കപ്പ് മുഖത്ത് ഇരിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് വി നീഡ് എ സെറ്റിംഗ് സ്പ്രേ. ഇത് നെക്സ് മാറ്റ് ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇന്ന് ഞാൻ മാറ്റ് ഫിനിഷ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം, മഴക്കാലം ആയത് കൊണ്ട് ഫേസ് കുറച്ച് ഷൈനി ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. സോ ദിസ് ഈസ് ഗോയിങ് ടു കൺട്രോൾ ദാറ്റ്. ഓക്കെ, ഗിവ് ഇറ്റ് എ ഷേക്ക്. കുറച്ച് ഡിസ്റ്റൻസ് പിടിക്കുക, ഇത്രയും ഒരു ഡിസ്റ്റൻസ്, ആൻഡ് ഒരു പൊട്ട് തൊടണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ലുക്ക് കംപ്ലീറ്റ് ആണോ? അല്ല. There you go. If you like glossy lip, ഒരു ക്ലിയർ ഗ്ലോസ് എടുത്തിട്ട് ഈ ബോട്ടം ലിപ്പിൻ്റെ ടോപ്പ് ലിപ്പിൻ്റെ നടുക്ക്
മാത്രം. ഐ മീൻ ലുക്ക് അറ്റ് ദാറ്റ്. ബട്ട് ഗ്ലോസ് ഇടുകയാണെങ്കിൽ മാസ്ക് ഇടുമ്പം നമ്മുടെ ലിപ്സ്റ്റിക് എല്ലാം ലോങ് വെയറിങ്നെസ് എല്ലാം പോവും. സോ ഇപ്പം മാസ്ക് ഒക്കെ ഇടുന്നതുകൊണ്ട് ദിസ് ഇസ് അപ് ടു യു. യുനോ നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ ഇങ്ങനെ ഗ്ലോസ് ഒക്കെ ഇട്ട് യു ക്യാൻ ലുക്ക് നൈസ് ആൻഡ് പ്രിറ്റി. അല്ലെങ്കിൽ maybe you want to skip the gloss. I just wanted to show you the difference that a gloss makes. So there you go guys. ഇതാണ് എൻ്റെ കംപ്ലീറ്റഡ് ഓണം ഗ്ലാമറസ് മേക്കപ്പ് ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഹോപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. ഇത് ട്രൈ ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോ ഇടുമ്പം എന്നെ ടാഗ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാം പേര് മിസ്റ്റർ ജോവിറ്റ ജോർജ്. ഐ വുഡ് ലവ് ടു സീ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. വിഷ് യു ആൻഡ് യുവർ ഫാമിലി എ വെരി വെരി ഹാപ്പി ഓണം. ഐ ലവ് യു സോ മച്ച്. ആൻഡ് ഇതുപോലെ ഞാൻ ഇനിയും വീഡിയോ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ആൻഡ് ഹാവ് എ ഗോർജിയസ് ഡേ. ബൈ.